എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി? BN റാവു. BN റാവു ആണ് ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി. എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിൻ്റെ ആപ്തവാക്യമാണ്? ഏഷ്യാഡ്. ഏഷ്യാഡിൻ്റെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എന്നത്. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് KC മാമ്മൻ മാപ്പിള വിശേഷിപ്പിച്ചത് ആരെയാണ്? C കേശവൻ. C കേശവനെയാണ് തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് KC മാമ്മൻ മാപ്പിള വിശേഷിപ്പിച്ചത്. എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം, ഓൾ സീസൺസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനമാണ് എല്ലാ ഋതുക്കളുടെയും ഓൾ സീസൺസ് സ്റ്റേറ്റ്, എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ചണ്ഡീഗഡ്. ചണ്ഡീഗഡിലാണ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്ന ജംഷഡ്പൂരിനെ ചുറ്റിയൊഴുകുന്ന നദി? സുബർണരേഖ. സുബർണരേഖ നദിയാണ് ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്ന ജംഷഡ്പൂരിനെ ചുറ്റിയൊഴുകുന്ന നദി. ബന്നാർഘട്ട നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കർണാടക. കർണാടകയിലാണ് ബന്നാർഘട്ട നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായ ചിലന്തി അമ്പലം സ്ഥിതി ചെയ്യുന്നത്? കൊടുമൺ. പത്തനംതിട്ടയിലെ കൊടുമണിലാണ് പ്രസിദ്ധമായ ചിലന്തി അമ്പലം സ്ഥിതി ചെയ്യുന്നത്. സിമന്റ് ആദ്യമായി നിർമ്മിച്ചത് ആര്? ജോസഫ് ആസ്പിഡിൻ. ജോസഫ് ആസ്പിഡിനാണ് സിമന്റ് ആദ്യമായി നിർമ്മിച്ചത്. സുഗുണവർദ്ധിനി എന്ന സംഘടന രൂപവൽക്കരിച്ചത്? അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലനാണ് സുഗുണവർദ്ധിനി എന്ന സംഘടന രൂപവൽക്കരിച്ചത്. ഉത്തര കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് ഉത്തര കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത്. കയ്യൂർ സമരത്തെ അധികരിച്ച് ചിരസ്മരണ എന്ന നോവൽ രചിക്കപ്പെട്ട ഭാഷ? കന്നഡ. കന്നഡ ഭാഷയിലാണ് കയ്യൂർ സമരത്തെ അധികരിച്ച് ചിരസ്മരണ എന്ന നോവൽ രചിക്കപ്പെട്ടത്. ഭാഷാഭിമാനി, സിംഹളൻ, PK തീയൻ എന്നീ തൂലികാനാമങ്ങളിൽ രചന നടത്തിയിരുന്നത്? CV കുഞ്ഞിരാമൻ. CV കുഞ്ഞിരാമനായിരുന്നു ഭാഷാഭിമാനി, സിംഹളൻ, PK തീയൻ എന്നീ തൂലികാനാമങ്ങളിൽ രചന നടത്തിയിരുന്നത്. എൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ? AK ഗോപാലൻ. AK ഗോപാലനാണ് എൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ. സമരത്തീച്ചൂളയിൽ ആരുടെ ആത്മകഥയാണ്? EK നായനാർ. EK നായനാരുടെ ആത്മകഥയുടെ പേരാണ് സമരത്തീച്ചൂളയിൽ. കുമാരനാശാൻ ജനിച്ച തറവാടിൻ്റെ പേര്? തൊമ്മൻ വിളാകത്ത്. തൊമ്മൻ വിളാകത്ത് തറവാട്ടിലാണ് കുമാരനാശാൻ ജനിച്ചത്. ഗാന്ധിജി തൻ്റെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് അയ്യങ്കാളിയെ കണ്ടത്? 5ാമത്തെ. 1937 തൻ്റെ 5ാമത്തെ കേരള സന്ദർശനത്തിലാണ് ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ടത്. 1961 പ്രശസ്തമായ അമരാവതി സത്യാഗ്രഹം നയിച്ചത്? AK ഗോപാലൻ. AK ഗോപാലനായിരുന്നു 1961 പ്രശസ്തമായ അമരാവതി സത്യാഗ്രഹം നയിച്ചത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷം? 1941. 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ടത്.
ദ്രാവിഡ ദളിതൻ എന്ന ആശയം അവതരിപ്പിച്ച നവോത്ഥാന നായകൻ. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനാണ് ദ്രാവിഡ ദളിതൻ എന്ന ആശയം അവതരിപ്പിച്ച നവോത്ഥാന നായകൻ. ആരുടെ നിർബന്ധപ്രകാരമായിരുന്നു മഹാത്മാഗാന്ധി ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായത്? രാജ്കുമാർ ശുക്ല. രാജ്കുമാർ ശുക്ലയുടെ നിർബന്ധപ്രകാരമായിരുന്നു മഹാത്മാഗാന്ധി ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായത്. പ്രപഞ്ചോൽപത്തി, വികാസം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കോസ്മോളജി. കോസ്മോളജിയാണ് പ്രപഞ്ചോൽപത്തി, അതിൻ്റെ വികാസം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. കപ്പലിൽ കൃത്യസമയം അളക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം ക്രോണോമീറ്റർ. ക്രോണോമീറ്ററാണ് കപ്പലിൽ കൃത്യസമയം അളക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം. ഏറ്റവും കൂടുതൽ ചന്ദനം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. കർണാടകയാണ് ഏറ്റവും കൂടുതൽ ചന്ദനം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര ഉൾപ്പെട്ട അശോകസ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സാരാനാഥ്. സാരാനാഥിലാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര ഉൾപ്പെട്ട അശോകസ്തംഭം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ സിൻഡെ ഡോക്ക് പുറത്തിറങ്ങിയത് ഏതു വർഷമാണ്? 1852. 1852 ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ സിൻഡെ ഡോക്ക് പുറത്തിറങ്ങിയത്. മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ എഥനോൾ. എഥനോളാണ് മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ആരായിരുന്നു? ജോൺ മത്തായി. ജോൺ മത്തായി ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. ഇടുക്കി ജില്ലയിലെ മാങ്കുളം പഞ്ചായത്താണ്, മാങ്കുളം ഗ്രാമപഞ്ചായത്താണ് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ മാതൃസുരക്ഷാ ദിനം ഏപ്രിൽ 11 മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നത്? കസ്തൂർബ ഗാന്ധി. കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ മാതൃസുരക്ഷാ ദിനമായി എല്ലാ വർഷവും ഏപ്രിൽ 11 ആചരിക്കുന്നത്. കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചത് റോബർട്ട് ബ്രിസ്റ്റോ. റോബർട്ട് ബ്രിസ്റ്റോ ആണ് കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചത്. ഇന്ദ്രനീലത്തിൻ്റെ രാസനാമം അലുമിനിയം ഓക്സൈഡ്. അലുമിനിയം ഓക്സൈഡ് എന്നതാണ് ഇന്ദ്രനീലത്തിൻ്റെ രാസനാമം. മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നതെന്ന് ഫെബ്രുവരി 21. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം മദർ ഹൗസ്. കൊൽക്കത്തയിലെ മദർ ഹൗസാണ് മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം. ഏത് ശരീരഭാഗത്തെയും ബാധിക്കുന്ന രോഗമാണ് സ്പോണ്ടിലൈറ്റിസ്? നട്ടെല്ല്. നട്ടെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് സ്പോണ്ടിലൈറ്റിസ്. ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാര്? ഹേബർലാൻഡ്. ഹേബർലാൻഡാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി. മനുഷ്യനിൽ ബീജസംയോഗം നടക്കുന്നത് എവിടെ? ഫെല്ലോപ്പിയൻ ട്യൂബ്. മനുഷ്യനിൽ ബീജസംയോഗം നടക്കുന്നത് ഫെല്ലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ്. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP, അഡനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ATP ആണ് കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത്. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു ഫോസ്ജീൻ.
ഫോസ്ജീനാണ് ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത്. 1936 മൈസൂരിൽ ആകാശവാണി എന്ന പേരിൽ സ്വകാര്യ റേഡിയോ നിലയം ആരംഭിച്ചത് ആരായിരുന്നു? MV ഗോപാലസ്വാമി. MV ഗോപാലസ്വാമിയായിരുന്നു 1936 മൈസൂരിൽ ആകാശവാണി എന്ന പേരിൽ സ്വകാര്യ റേഡിയോ നിലയം ആരംഭിച്ചത്. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട ശരീരത്തിലെ നാഡി ഓൾഫാക്ടറി നെർവ്. ഓൾഫാക്ടറി നെർവാണ് ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട ശരീരത്തിലെ നാഡി. കേരളത്തിലെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്നത് വാഴക്കുളം. വാഴക്കുളമാണ് കേരളത്തിലെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്നത്. കാശ്മീരിൻ്റെ കിരീടത്തിലെ മുത്ത്, ശ്രീനഗറിൻ്റെ മുത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്ന തടാകം ഏതാണ്? ദാൽ തടാകം. ദാൽ തടാകമാണ് കാശ്മീരിൻ്റെ കിരീടത്തിലെ മുത്ത്, ശ്രീനഗറിൻ്റെ മുത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്ന തടാകം. ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ്. ടാറ്റ എയർലൈൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി. മയിലുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പരിരക്ഷണ കേന്ദ്രം ചൂലന്നൂർ. ചൂലന്നൂരാണ് മയിലുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പരിരക്ഷണ കേന്ദ്രം. 1962 പഞ്ചാബ് ഗവർണറായ മലയാളി ആരാണ്? പട്ടം എ താണുപിള്ള. പട്ടം എ താണുപിള്ളയായിരുന്നു 1962 പഞ്ചാബ് ഗവർണറായ മലയാളി. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് അർദ്ധഗോളത്തിലാണ്? ഉത്തരാർദ്ധഗോളം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം DNA. DNA ആണ് ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം. 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടതാര്? മൗലവി അഹമ്മദുള്ള ഷാ. മൗലവി അഹമ്മദുള്ള ഷായാണ് 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത്. ഏത് മൂലകത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്? യുറേനിയം. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ്? സെക്രട്ടറി. സെക്രട്ടറിയാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ദാമോദർ വാലി. ദാമോദർ വാലി പദ്ധതിയാണ് അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ HV കനോലി. HV കനോലിയാണ് മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. നേത്രഗോളത്തിൻ്റെ പാളികളുടെ എണ്ണം 3 പാളികളാണുള്ളത്. ദൃഢപടലം, രക്തപടലം, റെറ്റിന. ദൃഢപടലം, രക്തപടലം, റെറ്റിന എന്നിങ്ങനെ 3 പാളികളാണ് നേത്രഗോളത്തിന് ഉള്ളത്. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? ഖടക്വാസ്ല. ഖടക്വാസ്ലയിലാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത് വിനോബ ഭാവെ. വിനോബ ഭാവെയായിരുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത്. സവർണ ഹിന്ദുക്കൾക്കെതിരായ സമരത്തിൻ്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ച നേതാവ്
ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു സവർണ ഹിന്ദുക്കൾക്കെതിരായ സമരത്തിൻ്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ചത്. ഗാന്ധിജി ഏത് ഭാഷയിലാണ് തൻ്റെ ആത്മകഥ എഴുതിയത്? ഗുജറാത്തി ഭാഷയിൽ. ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത്. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത്? ഷൊർണൂർ. ഷൊർണൂറാണ് കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയം ഓർഗാനിക് അഗ്രികൾച്ചറൽ ഏരിയയായി പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശം? ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് കേന്ദ്ര കൃഷി മന്ത്രാലയം ഓർഗാനിക് അഗ്രികൾച്ചറൽ ഏരിയയായി പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശം. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയുടെ ശില്പം സ്ഥാപിച്ചിരിക്കുന്ന ബീച്ച്? ചെറായി. ചെറായി ബീച്ചാണ് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയുടെ ശില്പം സ്ഥാപിച്ചിരിക്കുന്ന ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ്? കോട്ടയം കുമളി. കോട്ടയം കുമളി റോഡാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ്. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ലായനി? ബെനഡിക്റ്റ് ലായനി. ബെനഡിക്റ്റ് ലായനിയാണ് മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ലായനി. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ബയോസ്ഫിയർ റിസർവിലെ ഭാഗമാണ്? അഗസ്ത്യമല. ചെന്തുരുണി വന്യജീവി സങ്കേതം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിലെ ഭാഗമാണ്. ഉപഗ്രഹങ്ങളുടെ വാണിജ്യ വിക്ഷേപണം നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 5ാമത്തെ. ഉപഗ്രഹങ്ങളുടെ വാണിജ്യ വിക്ഷേപണം നടത്തുന്ന 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം? ഫോട്ടോസ്ഫിയർ. ഫോട്ടോസ്ഫിയർ ആണ് ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം. കേരളത്തിൽ ഒന്നിലധികം തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിൽ ഒന്നിലധികം തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം അനുവദിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരം പുറപ്പെടുവിക്കപ്പെട്ടത് എന്നാണ്? 1947 സെപ്റ്റംബർ 4. 1947 സെപ്റ്റംബർ 4 തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം അനുവദിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരം പുറപ്പെടുവിക്കപ്പെട്ടത്. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന കൃതി രചിച്ചത്? AK ഗോപാലൻ. AK ഗോപാലനാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന കൃതി രചിച്ചത്. ആൻഡമാനിലെ റോസ് ദ്വീപിനെ 2018 ഡിസംബറിൽ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്. ആൻഡമാനിലെ റോസ് ദ്വീപിനെ 2018 ഡിസംബറിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്നാണ് പുനർനാമകരണം ചെയ്തത്. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായ ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് ഏതാണ്? വീലർ ദ്വീപ്. വീലർ ദ്വീപാണ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായ ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ്. കോവിൽക്കണ്ടി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം? കൊയിലാണ്ടി. കൊയിലാണ്ടിയാണ് കോവിൽക്കണ്ടി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. ആരുടെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ? തിക്കൊടിയൻ. തിക്കൊടിയൻ്റെ ആത്മകഥയുടെ പേരാണ് അരങ്ങു കാണാത്ത നടൻ. ലക്ഷദ്വീപിലെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് ദ്വീപിലാണ്? അഗത്തി. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലാണ് ലക്ഷദ്വീപിലെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. സൈനിക സ്കൂൾ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്? VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോനാണ് സൈനിക സ്കൂൾ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുള്ള വനിത? ഷീല ദീക്ഷിത്. ഷീല ദീക്ഷിതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുള്ള വനിത. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിള്ളിക്കുരിശിമംഗലം. കിള്ളിക്കുരിശിമംഗലത്താണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്.
കേരളത്തിൽ ലോക് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്? കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് ആണ് കേരളത്തിൽ ലോക് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്. മുക്കോല പെരുമാൾ എന്ന ശില്പത്തിൻ്റെ ശില്പി? കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമനാണ് മുക്കോല പെരുമാൾ എന്ന ശില്പത്തിൻ്റെ ശില്പി. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലുമുള്ള ഓക്സിജൻ്റെ നിറമെന്ത്? ഇളം നീല. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഓക്സിജന് ഇളം നീല നിറമാണ്. കർണാടകവും കേരളവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ്? മുതുമലൈ നാഷണൽ പാർക്ക്. മുതുമലൈ നാഷണൽ പാർക്കാണ് കർണാടകവും കേരളവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം. മന്ത് പരത്തുന്നത് ഏതുതരം കൊതുകുകളാണ്? ക്യൂലെക്സ് പെൺകൊതുകുകൾ. ക്യൂലെക്സ് പെൺകൊതുകുകളാണ് മന്ത് പരത്തുന്നത്. ഗ്രാമി അവാർഡ്, ഭാരതരത്നം എന്നിവ നേടിയ ആദ്യ വ്യക്തി? പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കറാണ് ഗ്രാമി അവാർഡ്, ഭാരതരത്നം എന്നിവ നേടിയ ആദ്യ വ്യക്തി. ബഹിഷ്കൃത ഭാരത് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ദേശീയ നേതാവ് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ബഹിഷ്കൃത ഭാരത് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ദേശീയ നേതാവ്. ഏത് സമരവുമായി ബന്ധപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യാനാണ് ബ്രിട്ടീഷുകാർ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന നീക്കം നടത്തിയത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യാനാണ് ബ്രിട്ടീഷുകാർ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന നീക്കം നടത്തിയത്. നിലമ്പൂർ ആയിഷ പ്രശസ്തിയായത് ഏത് മേഖലയിലാണ്? നാടകാഭിനയം. നാടകാഭിനയ മേഖലയിലാണ് നിലമ്പൂർ ആയിഷ പ്രശസ്തിയായത്. ചോല നായ്ക്കന്മാർ എന്ന ഗോത്രവർഗ സമൂഹം താമസിക്കുന്ന പ്രദേശം? നിലമ്പൂർ. നിലമ്പൂരിലാണ് ചോല നായ്ക്കന്മാർ എന്ന ഗോത്രവർഗ സമൂഹം താമസിക്കുന്നത്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ സ്ഥാപക ഡയറക്ടറായ മലയാളി? എൻ ആർ മാധവ മേനോൻ. എൻ ആർ മാധവ മേനോനാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ സ്ഥാപക ഡയറക്ടറായ മലയാളി. ഇന്ത്യയിൽ റെയിൽവേ പാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഒരേയൊരു സംസ്ഥാനം ഏതാണ്? സിക്കിം. സിക്കിം സംസ്ഥാനമാണ് ഇന്ത്യയിൽ റെയിൽവേ പാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഒരേയൊരു സംസ്ഥാനം. 2021 മുതൽ വധശിക്ഷ നിരോധിച്ച ഏഷ്യൻ രാജ്യം? കസാക്കിസ്ഥാൻ. കസാക്കിസ്ഥാനാണ് 2021 മുതൽ വധശിക്ഷ നിരോധിച്ച ഏഷ്യൻ രാജ്യം. തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? മീരാബായി. മീരാബായിയാണ് തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്? ചാന്നാർ ലഹള. ചാന്നാർ ലഹളയാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആണവ പരീക്ഷണ കേന്ദ്രമായ പൊഖ്രാൻ സ്ഥിതി ചെയ്യുന്നത്? ഥാർ മരുഭൂമി. ഥാർ മരുഭൂമിയിലാണ് ഇന്ത്യയുടെ ആണവ പരീക്ഷണ കേന്ദ്രമായ പൊഖ്രാൻ സ്ഥിതി ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സ്ഥിരം വേദി? പനാജി. ഗോവയിലെ പനാജിയാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സ്ഥിരം വേദി. ഋഷികേശ് തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് ഋഷികേശ് തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കർണാടക. കർണാടകയാണ് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.